കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ. ഫെബ്രുവരി 27-ന് കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. നരേന്ദ്രമോദിക്കുള്ള അംഗീകാരം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിനാലാണ് പദയാത്ര കേരളത്തിൽ വൻ വിജയമാകാനുള്ള കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ വില വർദ്ധിപ്പിക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളെ വിലവർദ്ധനവ് ബാധിക്കില്ല എന്ന് മന്ത്രി പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗജന്യ അരി വിതരണം കേന്ദ്ര സർക്കാർ നടത്തുമ്പോഴാണ് സംസ്ഥാനം ജനവഞ്ചന നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സപ്ലൈകോയിൽ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു സഹായവും ചെയ്തില്ല. ഇപ്പോൾ അത് പൂട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആന്ധ്ര അരി ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണിത്. ഭാരത് അരിക്കെതിരെ പ്രചരണം നടത്തുന്നതും അരി ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് മാനേജ്മെന്റ് ഗണപതി ഹോമം നടത്തിയതിനെതിരെ കേസെടുത്ത സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മാനേജരെ കസ്റ്റഡിയിലെടുത്തത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. CPM-ൽ ചേക്കേറിയ PFI-ക്കാർ ബഹളം വച്ചതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM മതഭീകരവാദികളെ സന്തോഷിപ്പിക്കാനാണ് ഹൈന്ദവാചാരങ്ങളെ അവഹേളിക്കുന്നത്. എന്തുകൊണ്ടാണ് KSIDCയിൽ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ റിട്ടയർമെന്റിന് ശേഷം ചില കമ്പനികളുടെ തലപ്പത്ത് വരുന്നതെന്ന് സുരേന്ദ്രൻ ചോദിച്ചു. മാസപ്പടിയുടെ പ്രത്യുപകാരമാണോ ഇതെന്ന് സംശയമുണ്ട്. KSIDC മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കും മാസപ്പടി വാങ്ങാൻ സർക്കാർ സംവിധാനം ഉപയോഗിക്കുകയാണ്. കോൺഗ്രസിന്റെ സമരാഗ്നി നനഞ്ഞ പടക്കമായി മാറി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാകും. കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹം ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. എന്നാൽ കേരള പദയാത്ര ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന യാത്രയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.